Hello friends, welcome to England online classes. Dears, today we discuss the poetry, first part, that is the first stanza. Dears, in today's class you will get all these things along with the answers to the assignments. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് 10ാം ക്ലാസ്സിലെ പോയട്രി എന്നുള്ള കവിതയാണ്. വളരെ അർത്ഥവത്തായ ഒരു കവിതയാണ്. നന്നായിട്ട് ശ്രദ്ധിച്ചിരുന്നെങ്കിൽ അത് മനസ്സിലാവുള്ളൂ. സാധാ കവിതകളിൽ നിന്ന് അതിന് ചെറിയൊരു വ്യത്യാസമുണ്ട്. അപ്പം നന്നായി ശ്രദ്ധിച്ചിരിക്കുക, ടെക്സ്റ്റൊക്കെ മുമ്പിൽ വെക്കുക. ഓക്കെ, വി ക്യാൻ മൂവ് ഓൺ. We have discussed the scholarship jacket, an interesting story by Martha Salinas. Having the week, നമ്മൾ ചർച്ച ചെയ്തതിലെ ഒരു നല്ലൊരു കഥയായിരുന്നു The Scholarship Jacket. What was it about? എന്തിനെ കുറിച്ചാണ് കഥ? You know, in the story, the narrator speaks about the obstacles she had to encounter to make her dream of getting scholarship jacket come true. Scholarship jacket കിട്ടുന്നതിനുള്ള അവരുടെ പ്രയത്നത്തിന് തടസ്സമാണെന്ന കാര്യങ്ങളെ കുറിച്ചാണ്. മക്കളെ, what did you feel at the end of the story? കഥ കഴിഞ്ഞപ്പോൾ എന്താ നിങ്ങൾക്ക് തോന്നിയത്? Isn't it really inspiring and motivating? Yes, really. Surely or really it is like that. നമുക്ക് വളരെ ഇൻസ്പയറിംഗ് ആണ്, മോട്ടിവേറ്റിംഗ് ആണ്. എന്ത് തരത്തിലാണ്? ഹൗ ഡസ് ഇറ്റ് ഇൻസ്പയർ യു? സീ, ഇറ്റ് ടെൽസ് us determination and hard work will certainly lead us to success. നമുക്ക് ഉറച്ചൊരു മനക്കരുത്തുണ്ടോ, അതെല്ലാം നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യാൻ തയ്യാറാണോ, നമുക്ക് വിജയം ഉണ്ടാവും. പൈസയില് നമ്മളെ ജാതിയോ അല്ലെങ്കിൽ നമ്മുടെ സാമൂഹ്യമായ സോഷ്യൽ സ്റ്റാറ്റസോ ഒന്നും അതിന് തടസ്സമല്ല. അത് നല്ലൊരു പ്രചോദനം നമുക്ക് നൽകുക. മാത്രമല്ല, moreover, whatever the truth is, it cannot be changed. ഒരു പോയിന്റ്. ആരൊക്കെ ശ്രമിച്ചാലും, ആരൊക്കെ മറക്കാൻ ശ്രമിച്ചാലും, എന്തെല്ലാം മാർഗങ്ങൾ മറക്കാൻ ശ്രമിച്ചാലും സത്യം ഒരു കാലത്തും മാറൂല. നമുക്ക് വല്ലാതൊരു ഏതൊരു വ്യക്തിക്കും, ഏതൊരു കുട്ടിക്കും, ഏതൊരു ആൾക്കും വളരെയധികം പ്രചോദനം നൽകുന്ന ഒരു കാര്യമാണ്. അതറിയാലോ. ഓക്കെ, now she also tells about her inspiration to work hard for the jacket. അത് നമുക്കറിയാം. എന്തുകൊണ്ട് അവൾ അതിനു വേണ്ടിയിട്ട് വർക്ക് ചെയ്തു, കഠിനമായിട്ട് പ്രയത്നിച്ചു എന്നുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. നിങ്ങൾക്കറിയാലോ. വാട്ട് വാസ് ദാറ്റ്? ദാറ്റ് വാസ് അബൌട്ട് സിസ്റ്റർ റോസി ആൻഡ് അബൌട്ട് ദ lack of chances to get any other jackets. മറ്റു ജാക്കറ്റുകൾ കിട്ടാനുള്ളൊരു അവസരം ഉണ്ടായിരുന്നില്ല. മാത്രമല്ല, റോസിക്ക് കിട്ടിയിട്ടുണ്ട്. അത് നമുക്ക് കൃത്യമായിട്ട് അറിയാം. പിന്നെ വേറെ ചില വ്യക്തികളൊക്കെ ഉണ്ട്, നമുക്കെല്ലാം അറിയുന്നതാണ്. നമുക്ക് ഇന്നത്തെ ചോദ്യത്തിലേക്ക് വരാം. Now let me ask a question. That is, who or what inspires someone to write a poem or a story? ഒരു കവിത എഴുതുന്നത് എവിടുന്ന് പ്രചോദനം കിട്ടിയിട്ടാ? അല്ലെ ഒരു കഥ എഴുതുന്നത്, ഒരു കഥാകാരൻ കഥ എഴുതുന്നത് എവിടുന്ന് പ്രചോദനം കിട്ടിയിട്ടാ? When does a poet feel the urge to write? എപ്പോഴാണ് എഴുതാൻ ഒരു പ്രേരണ കിട്ടുക? Where do poets get inspiration from? Right? Have you ever thought of it? നമ്മൾ കുറേ കവിതകൾ വായിച്ചിട്ടുണ്ട്. നമ്മളെപ്പോഴെങ്കിലും അത് ആലോചിച്ചിട്ടുണ്ടോ? Right? That will be very interesting to see it. Yeah? Right? Here a poet reveals it. ആ സ്വകാര്യ രഹസ്യം നമുക്ക് പറഞ്ഞു തരും poet. We can learn his poem. Do you know what's the name of that poem or what the name of the poem is? എന്താണ് കവിതയുടെ പേരെന്ന് അറിയോ? See, that is poetry. And the poet is Pablo Neruda. Right? Yes? Now, what's a poetry or what is meant by literal meaning of a poetry? ന്റെ യഥാർത്ഥ വാക്കർത്ഥം എന്താ? ലിറ്ററേച്ചർ ഇൻ ലിറ്ററിക്കൽ ഫോം എന്നാണ്. അതായത് വേഴ്സ് ഫോമിലുള്ള, പിന്നെ സാഹിത്യത്തിനാണ് നമ്മൾ എന്താ പറയാ, പോയട്രി എന്ന് പറയാം. അതായത് വേഴ്സ് ഫോമിലുള്ള കമ്പോസിഷനാണ് നമുക്കറിയാം. അല്ലെങ്കിൽ എ കളക്ഷൻ ഓഫ് പോയംസ് ഓർ പോയംസ് ഇൻ ജനറൽ, ഒരു കവിതകളുടെ സമാഹാരം, അതല്ലെങ്കിൽ കവിതകൾക്ക് പൊതുവിൽ പറയുന്ന പേരാണ് പോയട്രി. ഇനി എന്താണ് പോയട്രി എന്ന് വെച്ചാൽ, നമ്മൾ വാട്ട് ഈസ് പോയട്രി എന്ന് വെച്ചാൽ എന്താണ്? ഒരുപാട് വളരെ പ്രസിദ്ധമായ ഒരുപാട് ഡെഫിനിഷൻസ് ഉണ്ട്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ചെറിയ രണ്ടെണ്ണം നമ്മളോട് സൂചിപ്പിച്ചിട്ടുണ്ട്. പോയട്രി ഈസ് ദ സ്പോണ്ടേനിയസ് ഫ്ലോ ഓഫ് പവർഫുൾ ഫീലിംഗ്സ്. വില്യം വേഴ്സ്വർത്തിന്റെ ഒരു നല്ലൊരു ഡെഫിനിഷന്റെ തുടക്കമാണത്. മനസ്സിലായിട്ടുണ്ടാവും. വളരെ ശക്തമായൊരു വികാരങ്ങളുടെ ഒരു ഒഴുക്കാണ്, അതായത് അനുസ്യൂതമായ ഒഴുക്കാണ് ഇത് പോയട്രി. നല്ലൊരു നിർവചനമാണ്. ഇനി അതേപോലെ നമ്മുടെ പബ്ലോ നെരൂദ അദ്ദേഹത്തിന്റെ ഓട്ടോബയോഗ്രഫിയായ മെമ്മോയർസ് എന്നുള്ളതിൽ അതിൽ പരാമർശിച്ച ഒരു ഡെഫിനിഷനാണ്, പോയട്രി ഈസ് ദ ലാംഗ്വേജ് ഓഫ് എ ലിവിംഗ് സോൾ.
ജീവനുള്ള ആത്മാവിന്റെ ഭാഷയാണ് പോയട്രി. നമുക്ക് ഇവിടെ വളരെ റെലവെന്റ്, അതുകൊണ്ട് അത് എടുത്ത് പറഞ്ഞത്. ഓക്കെ ഡിയേഴ്സ്, നൗ in this poem നമ്മൾ എന്തായി കവിതയിൽ പഠിക്കാൻ പോണ്? The poet shares his experience of being embraced by creativity and finding his own passion and calling. പോയറ്റ് നമ്മളോട് ചർച്ച ചെയ്യുന്നത്, നമുക്ക് പറഞ്ഞു തരുന്നത്, ഒരു ചർച്ചകൾ തുടങ്ങുന്നത് തന്നെ അങ്ങനെയാണ്. നമുക്ക് തുടങ്ങുമ്പോൾ കാണാം ആൻഡ് ഇറ്റ് വാസും തുടങ്ങുന്ന ഒരു ചർച്ച പോലെയാണ്. അപ്പോ എന്താ പറഞ്ഞത്? നമുക്ക് അദ്ദേഹത്തെ ക്രിയേറ്റിവിറ്റി എന്ത് ചെയ്ത, സർഗാത്മകത ഇംപ്രവൈസ് ചെയ്ത, അദ്ദേഹത്തെ ആലിംഗനം ചെയ്ത ആ അനുഭവമാണ് നമ്മളോട് ഷെയർ ചെയ്യുന്നത്. അങ്ങനെ അദ്ദേഹത്തിന്റെ ആ ഒരു വിളി എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ആ പോയറ്റിക് ഇൻസ്പിറേഷനാണ്. അതും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ പാഷനൊക്കെ കണ്ടെത്തിയ, പാഷൻ എന്ന് പറഞ്ഞാൽ ഓവർവെൽമിങ് ഇമോഷനാണ് പാഷൻ. നമുക്കറിയാം, ഇത് എഴുതാനുള്ള അങ്ങേയറ്റത്തൊരു വൈകാരികാവസ്ഥ കണ്ടെത്തിയ ആ കാര്യമാണ് നമ്മളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ഓക്കെ ഡിയേഴ്സ്, നൗ let us know something about Pablo Neruda. കവിയെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണേ. This is Pablo Neruda and his name is, he has got a very short name. You see, ഒരു ചെറിയ പേരാ, നല്ല രസമാണ് പേര്. Naftali Ricardo Reyes Basolto, Elisa Reyes Basolto, 5 വക്കൻ പേരിന്, റൈറ്റ്. But he is popularly known by his pen name Pablo Neruda എന്ന് അറിയപ്പെടുന്നത് നമുക്കറിയായിരിക്കും. He was a Chilean poet, diplomat and politician. കിട്ടാത്തൊന്നുമില്ലല്ലോ, നയതന്ത്രജ്ഞനാണ്, ഡിപ്ലോമാറ്റ്. He wrote a variety of styles and his works include surrealist poems. ശ്രദ്ധിക്കണം, surrealism പറഞ്ഞത് ഇതിൽ വരുന്നുണ്ട്. ചെറിയ വലിയ വിശാല സംഗതിയാണ്. ചെറിയ കാര്യം സൂചന നമ്പർ എന്താണുള്ളത്. ഹിസ്റ്ററിക്കൽ എപ്പിക് ഒക്കെ നമുക്കറിയാം, മഹാകാവ്യം പോലെ വളരെ വലുതാണ് നമുക്കറിയാത്. പിന്നെ പൊളിറ്റിക്കൽ മാനിഫെസ്റ്റോസ് ആൻഡ് പ്രോസ് ഓട്ടോബയോഗ്രഫി അറിയാലോ. He often wrote in green ink, which was his personal symbol for desire and hope. പച്ചമഷിയിലായിരുന്നു, അത് അദ്ദേഹത്തിന് പ്രതീക്ഷയുടെ ആഗ്രഹങ്ങളുടെ ഒക്കെ ഒരു പ്രതീകമായിരുന്നു. He won the Nobel Prize for Literature in 1971. അറിയാലോ, നമ്മൾ ഏതെഴുതുമ്പോൾ പിന്നെ പ്രൊഫൈൽ എഴുതുമ്പോൾ കുറച്ചുകൂടി കാര്യങ്ങൾ കിട്ടും. ഓക്കെ റൈറ്റ്, ഈ പറയാത്ത കുറച്ച് കാര്യങ്ങൾ, റൈറ്റ് ഡിയേഴ്സ്. ഓക്കെ, നൗ സർറിയലിസം എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒന്ന് അറിയാൻ വേണ്ടിയിട്ട്, വലിയ സംഭവം നിങ്ങൾ പഠിക്കുന്നുണ്ടാവും ചിലപ്പം സോഷ്യലിലൊക്കെ. 20th സെഞ്ചുറി മൂവ്മെന്റ് ആണ്, 20ാം നൂറ്റാണ്ട് പ്രസ്ഥാനമാണ്. അത് ആർട്ടിസ്റ്റിന്, കലാകാരന്മാരെ, എഴുത്തുകാരെ ഇടയ്ക്കുണ്ടായ ഒരു മൂവ്മെന്റ് ആണ്. അതിൽ വളരെ രസകരമായ അല്ലെങ്കിൽ വളരെ എന്താ പറയാ വിചിത്രമായ, അത്ര ഒരു സ്യൂട്ടല്ലാതെ തോന്നുന്ന രണ്ട് കാര്യങ്ങളൊക്കെ വല്ലാത്ത പിന്നെ പ്രതീകങ്ങളൊക്കെ അടുത്ത് വെച്ചിട്ട് നമ്മൾ രൂപപ്പെടുത്തുന്ന പിന്നെ ഒരു അല്ലെങ്കിൽ അത് ഉപയോഗപ്പെടുത്തിയിരുന്ന ഒരു മൂവ്മെന്റ് ആണ്. പിന്നെ എന്തിനാണ് അങ്ങനെ വെച്ചിരുന്ന അത്ര ഇമേജുകൾ അവർ ഉപയോഗിച്ചിരുന്നത്? അവരുടെ അൺകോൺഷ്യസ് ആയ അബോധമായ ചിന്തകളെയും അതുപോലെ തന്നെ സ്വപ്നങ്ങളെയും ഒക്കെ പ്രതിനിധീകരിക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ ലെവലിൽ നിന്ന് കുറച്ച് വിട്ടിട്ടുള്ളൊരു രീതിയാണ് സർറിയലിസം. റെഡിയല്ലേ? അൺകോൺഷ്യസ് മൈൻഡ് ഒക്കെ നമുക്കറിയാം. ഒരാളുടെ മനസ്സിന് പ്രധാനപ്പെട്ട 2 ഭാഗങ്ങൾ അറിയാലോ, കോൺഷ്യസും സബ് കോൺഷ്യസും. 3 ഭാഗങ്ങൾ അൺകോൺഷ്യസ് ഒക്കെ നമുക്ക് അറിയുന്നതാണ്. അപ്പോൾ എന്തായാലും ഇത് ജസ്റ്റ് സൂര്യൻ ഒന്ന് പഠിക്കൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. സർറിയലിസം അതിൽ വന്നതുകൊണ്ട്. ഓക്കെ, ലെറ്റ് us see what he says. എന്താണ് പറയുന്നത് നമുക്ക് നോക്കിയാലോ. റൈറ്റ്, we can read the poem together. കൂടെ വായിക്കണേ. ചെറിയ ഫസ്റ്റ് സ്റ്റാൻസ് മാത്രമേ വായിക്കുന്നുള്ളൂ. See, the name is poetry. And it was at that age poetry arrived in search of me. I don't know where it came from winter or a river. I don't know how or when. No, there were not voices, there were not words, no silence. But from a street I was summoned, from the branches of night, abruptly from the others, among violent fires, or returning alone, there I was without a face, and it touched me. വായിച്ചിട്ടുണ്ടാവുമല്ലോ, എളുപ്പമാണ് കേട്ടോ വായിക്കാൻ, എളുപ്പം നല്ലൊരു രസമുള്ളൊരു ഭാഗമാണ്, ശ്രദ്ധിച്ചിട്ടുണ്ടാവും. റൈറ്റ്, ഓക്കെ. Now, serious, I think you have got some idea. Let us see some questions. Some questions are there. Who is the speaker here? ആരാ അവിടെ സംസാരിക്കുന്നത്? I എന്ന് പറഞ്ഞാൽ ആരായിരിക്കും? പോയറ്റ് ആയിരിക്കും, സംശയമൊന്നുമില്ലല്ലോ. Do you think the speaker in the poem earnestly wishes to be a poet? അദ്ദേഹത്തിന് വളരെ താല്പര്യം ഉണ്ടായിരുന്നോ? ഒരു കവിയാവാൻ താല്പര്യം ഉണ്ടായിരുന്നോ? നമുക്ക് മനസ്സിലാകുന്നുണ്ട് അദ്ദേഹത്തിന് ഒരു കമ്പൾഷൻ ഉണ്ടായിരുന്നു, എഴുതാനൊരു കമ്പൾഷൻ ഉണ്ടായിരുന്നു, അത് നമുക്ക് മനസ്സിലാകുന്നുണ്ട്. Which line says so? ഏത് വരിയാണ് നമുക്കത് പറഞ്ഞു തരുന്നത്?
poetry arrived in search of me. രസമായിട്ട് ചർച്ച ചെയ്യുമ്പോൾ നമുക്ക് പറയാം. ഓക്കെ, അപ്പോൾ where did the poetry come from? എവിടുന്നാണ് ഈ പോയട്രി വന്നത്? എവിടുന്നാണ് ഇൻസ്പിറേഷൻ വന്നത്? റിയലി ഹി ഡസന്റ് നോ. യഥാർത്ഥ അദ്ദേഹത്തിന് അറിയില്ല. പിന്നെ അദ്ദേഹം പറയുന്നത് that may be from a winder on river. You know that. Poetry arrived in search of me. Why does the poet say so? എന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം? He felt a poetic inspiration. അദ്ദേഹത്തിന് അങ്ങനത്തെ ഒരു ഫീല് തോന്നി. അദ്ദേഹത്തിന് പെട്ടെന്ന് എന്ത് ചെയ്തു? അദ്ദേഹത്തിന് അങ്ങനെ തോന്നിയുണ്ടായി, എഴുതാനൊരു ചോദന ഉണ്ടായി. There I was without a face. What does the poet mean by this? എന്താ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? Before the arrival of the poetry, he had no face. നമ്മൾ ഫേസ് കൊണ്ട് ഉദ്ദേശിക്കുന്ന ഒരാളുടെ ഐഡന്റിറ്റിയാണ്. He had no identity. He had no identity or he doesn't have any identity. Okay, right? അദ്ദേഹത്തിന് വ്യക്തിത്വം ഉണ്ടായിരുന്നില്ല, ഫെയിം ഉണ്ടായിരുന്നില്ല, പോപ്പുലാരിറ്റി ഉണ്ടായിരുന്നില്ല. ശരിയല്ലേ? വാട്ട്സ് എ പോയം അബൌട്ട്? എന്തായിരിക്കും ഈ പോയം? എന്തിനെ കുറിച്ചായിരിക്കും? സി, ചെറിയൊരു ഇൻട്രൊഡക്ഷൻ നോക്ക്. Poetry is a poem by Naftali Ricardo Reyes Basolto, a Chilean poet. Pablo Neruda is his pen name. നമ്മൾ പറഞ്ഞത് അതൊക്കെ. In his poem, the poet shares his experience of being embraced by creativity and finding his own passion and calling. നേരത്തെ വന്നു. The poet tells us about the power of creativity to transform one into a height of ecstasy. അതായത് ഒരു പോയട്രി നമ്മൾക്ക് ഒന്ന് അല്ലെങ്കിൽ ഇമാജിനേഷൻ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ, പോയറ്റിക് പിന്നെ ഇൻസ്പിറേഷൻ കിട്ടിക്കഴിഞ്ഞാൽ ഒരു സാധാരണ ഉള്ള ഒരാൾ, അതായത് പറഞ്ഞു ആൻ ഓർഡിനറി പേഴ്സൺ ക്യാൻ ബി ട്രാൻസ്ഫോംഡ്. അതൊരു വല്ലാത്തൊരു എക്സ്റ്റസിന്റെ വൈകാരികതയുടെ ഒരു തുങ്കാവസ്ഥയിലേക്ക് അവർ എത്തിപ്പെടും. അത് അങ്ങനെ ഒരു കഴിവ് ക്രിയേറ്റിവിറ്റിക്ക് ഉണ്ട്. റെഡിയാണല്ലോ. ഇപ്പോൾ ഇതൊക്കെ ഒരേ ആശയങ്ങൾ വ്യത്യസ്ത തലങ്ങൾ പറയുന്നതാണ്. ഏതെങ്കിലും നമുക്ക് നമ്മൾ പഠിക്കേണ്ടതുള്ളൂ. The poem is about the fire of poetic inspiration as felt by the poet. അദ്ദേഹത്തിന് ഫീൽ ചെയ്ത poetic inspiration ആണ് അദ്ദേഹം ഷെയർ ചെയ്യുന്നത്. In this inspired state of mind, his imagination soars high. ഇങ്ങനെ വല്ലാത്തൊരു പ്രേരണ കിട്ടിക്കഴിഞ്ഞാൽ ആ ഒരു ഇമാജിനേഷന് അദ്ദേഹം മനസ്സിൽ അത്ര ഒരു പ്രേരണ കിട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്ന പറയോ, നമ്മളെ ഭാവന അവിടെ ഉയരത്തിൽ പറക്കും. റെഡിയല്ലേ? He vividly narrates his experience of creativity and moment of great poetic inspiration. The theme of the poem is the ecstatic experience of poet who was embraced by the poetic creativity. സിമ്പിൾ ആയിട്ട് ബ്രീഫായി ചെയ്തതൊക്കെ തീം തന്നെയാണ്. നമ്മളതിൽ ഏറ്റവും ഏതെങ്കിലും ഒന്നോ രണ്ടെണ്ണം നോക്കി പഠിക്കേണ്ടതുള്ളൂ. ഓക്കെ ഡിയേഴ്സ്, now we have got some ideas. കിട്ടിയല്ലോ, ചില ആശയങ്ങളൊക്കെ കിട്ടിയല്ലോ. Now let us know more about it. Please read the first stanza silently. Stanza മതി, എസ് വേണ്ട കേട്ടോ. Silently note the important words. എന്തെങ്കിലും കിട്ടാത്ത വാക്കുകളുണ്ടെങ്കിൽ നോക്കണം. ഇവിടെ എസ് വേണ്ട, സോറി കേട്ടോ. റൈറ്റ്, okay yes, now I think you have read it. There are some questions in our textbook. Let us see it. You please try to answer yourself. ഒറ്റയ്ക്ക് വായിച്ച് എഴുതാൻ ശ്രമിക്കുക. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ അതിൻ്റെ ഉത്തരങ്ങൾ ആലോചിക്കാൻ. റെഡിയല്ലേ? ഫസ്റ്റ് വൺ ഈസ്, ഡു യു തിങ്ക് ദ സ്പീക്കർ ഇൻ ദ പോയിന്റ്? നിങ്ങൾ ബുക്കിലുണ്ട്, നോക്കിയെന്ന് എഴുതുമോ? നിങ്ങൾ ക്വസ്റ്റ്യൻ അതിലുണ്ട്, അതിന്റെ സൈഡിലുണ്ട്, നോക്കി എഴുതുക. എഴുതിയിട്ടാണ് ഈ ഭാഗം ശ്രദ്ധിക്കേണ്ടത്. നമുക്ക് ഇപ്പം പറയുമ്പോൾ നേരം പോകാതെക്കാൻ വേണ്ടി. റെഡിയല്ലേ? എന്തുകൊണ്ടാണ് പോയറ്റ്, അല്ലെങ്കിൽ നിങ്ങൾ ആലോചിക്കുന്നുണ്ടോ ഈ പോയറ്റ് വളരെ ആത്മാർത്ഥമായിട്ട് തീവ്രമായിട്ട് പിന്നെ പോയറ്റ് അവൻ ആഗ്രഹിച്ചിരുന്നു എന്ന് ആഗ്രഹിക്കുന്നുണ്ടോ? ഏത് വരിയാണ് പറഞ്ഞിരുന്നത്? നമുക്ക് Neruda had a strong compulsion to write poetry. നന്നായിട്ട് എഴുതാനുള്ള വല്ലാത്തൊരു നിർബന്ധം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. അറിയാലോ, തുടക്കത്തിൽ അദ്ദേഹത്തിന് എന്തുണ്ടായിരുന്നില്ല? He is unsure of himself and did not have the confidence to write poem. അറിയാലോ, എഴുതാനുള്ള കഴിവോ ആത്മവിശ്വാസം ഒന്നും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല. However, he soon become aware of the impulse to create poetry. അതുകൊണ്ട് അദ്ദേഹം poetry arrived എന്ന് പറയുന്നത് മനസ്സിലായിട്ടുണ്ട്. പെട്ടെന്ന് അദ്ദേഹം തിരിച്ചറിയാം. He says that he didn't know when or where it come from. വന്നൊന്നും അറിയില്ല. ഈ വരിയാണ് അത് സൂചിപ്പിക്കുന്നത്. ക്ലിയർ ആണല്ലോ? What's figure of speech used in the expression poetry arrived? പോയട്രി എന്നെ തെരഞ്ഞു വന്നു എന്ന് പറഞ്ഞാൽ അതെന്താ സൂചിപ്പിക്കുക? പോയട്രി വന്നു, ആരാ വരല്? ഒരു മനുഷ്യനാ വരല്. അതുകൊണ്ട് ഒരു പേഴ്സണായി സങ്കല്പിച്ചുകൊണ്ട് ഒരു പേഴ്സണിഫിക്കേഷൻ ആണ്. ഇത് മാത്രമേ ഉത്തരത്തിൽ എഴുതേണ്ടുള്ളൂ. ഇതൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറയാണ്. പോയട്രി ലൈക്ക് എ പേഴ്സൺ കംസ് ലുക്കിംഗ് ഫോർ ഹിം. ഒരാളെ പോലെ തെരഞ്ഞു വന്നു എന്ന് പറയാനാണ്. അടുത്ത നെക്സ്റ്റ് ക്വസ്റ്റ്യൻ,
വിന്റർ ആൻഡ് റിവർ റെപ്രസെന്റിങ് എ ഫ്രോസൺ സ്റ്റേറ്റ്. ഇതിൽ വിന്റർ ഫ്രോസൺ സ്റ്റേറ്റ്, ഒരു മരവിച്ചൊരവസ്ഥയാണ് കാണിക്കുന്നത്. മൂവ്മെന്റ് ഇല്ലാത്ത സ്റ്റില്ലായ, യൂറോപ്പിൽ അല്ലെങ്കിൽ ഈ സ്ഥലങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയായിരിക്കും. പിന്നെ വിന്റർ എന്ന് പറഞ്ഞാൽ വളരെ വല്ലാത്ത, നമ്മൾ വാർഷിക കാലത്തിനെയൊക്കെ സൂചിപ്പിക്കുന്നില്ല, സാധാരണ സിമ്പിൾ ആയിട്ട് നമ്മൾ വിന്റർ ഉപയോഗിക്കുക എന്ന് പറഞ്ഞാൽ ഒരു ചലനാത്മകത ഇല്ലാത്ത ഒരു കാലമാണ് ഇത് വിന്റർ. നേരത്തെ രാത്രിയാവും, രാത്രി നീളം കൂടും, കുറെ കാര്യങ്ങൾ, പ്രകൃതിയൊക്കെ വല്ലാത്തൊരവസ്ഥയിലായിരിക്കും, എല്ലായിടത്തും ഒരു വല്ലാത്തൊരു മ്ലാനതയും കാര്യങ്ങളൊക്കെ ഉണ്ടാവുക, അങ്ങനത്തെ ഒരവസ്ഥയാണ്, ചലനമില്ലാത്ത അവസ്ഥയാണ്. ആൻഡ് ദ ഫ്ലോ ഓഫ് ലൈഫ്, അതേസമയത്ത് റിവർ ഓഫ് എപ്പോഴും അത് ഫ്ലോ, അതിങ്ങനെ ഒഴുകിക്കൊണ്ടേയിരിക്കും, അത് ചലനാത്മകതയാണ്. ഇത് രണ്ടും എങ്ങനെയാണ് മക്കളെ? രണ്ടും വളരെ വ്യത്യസ്തമായ സാധനങ്ങളാണ്. വിന്ററിന്റെ സ്വഭാവത്തിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് റിവറിന്റെ ഓപ്പോസിറ്റ്. അത് വൈരുദ്ധ്യമാണ്. വൈരുദ്ധ്യത്തിന് ഇംഗ്ലീഷിൽ പറയുന്നത് എന്താ? കോൺട്രാസ്റ്റ് എന്ന്. ഇതുപോലെ വേറെ ഏത് കോൺട്രാസ്റ്റ് അതിലുള്ളത് നിങ്ങൾ വായിച്ചു കണ്ടെത്ത്. നേരെ ഓപ്പോസിറ്റുകൾ രണ്ടെണ്ണം അതിലുണ്ട്. നോട്ട് വോയിസസ്, നോട്ട് സൈലൻസ് കണ്ടിട്ടുണ്ടാവും. അടുത്ത ചോദ്യം, വാട്ട് വാസ് പോയറ്റ്സ് കണ്ടീഷൻ ബിഫോർ ദ പോയട്രി അറൈവ്? പോയട്രി വരുന്നതിന് മുമ്പ് പോയറ്റ് വരുന്നതിന് മുമ്പ് എന്തായിരുന്നു അദ്ദേഹത്തിന്റെ അവസ്ഥ എന്തായിരുന്നു? പോയറ്റ് വാസ് വിത്തൗട്ട് എ ഫേസ്. അദ്ദേഹത്തിന് മുഖം ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് അദ്ദേഹത്തിന് ഐഡന്റിറ്റി ഉണ്ടായിരുന്നു. നമ്മൾ പഠിച്ചിട്ടുണ്ട്, നമ്മൾ ആ ഹാൻബറി പറയുന്നുണ്ട്, കറുത്ത ആളുകളെ കുറിച്ചിട്ട് പറയുന്നുണ്ട്, ഫേസ്ലെസ് വുമൺ എന്ന് പറയുന്നുണ്ട്. ഫേസ്ലെസ് വുമൺ ഓഫ് കളർ എന്നൊക്കെ ഓർമ്മ ഉണ്ടാവും, അതിൽ ആ കോട്ട ഓർമ്മ ഉണ്ടാവും. അതായത് വ്യക്തിത്വമില്ലാത്ത ആളുകളാണ്, അഡ്രസ് ഇല്ലാത്ത ആളുകളാണ് നമുക്കറിയത്. അതുണ്ടായിരുന്നില്ല അദ്ദേഹത്തിന് വരുന്നതിന് മുമ്പ്. ഒരു സ്വന്തം ഐഡന്റിറ്റിയോ അതല്ലെങ്കിൽ ഫെയിമോ പോപ്പുലാരിറ്റി ഒന്നും ഉണ്ടായിരുന്നില്ല. ഹി ഡിഡ് നോട്ട് ഹാവ് എനി ഐഡന്റിറ്റി, ഹി ഡിഡ് നോട്ട് ഹാവ് എ സെൻസ് ഓഫ് ഹൂ ഹി വാസ്. എന്താ ഐഡന്റിറ്റി എന്ന് പറഞ്ഞാൽ ഞാൻ ആരാണെന്ന് തിരിച്ചറിവാൻ വേണ്ടിയല്ലേ. നമുക്ക് പതിയൊന്ന് ഡീറ്റെയിൽ ആയി ചർച്ച ചെയ്ത് നോക്കിയാലോ? റൈറ്റ്, ഓക്കെ. ആദ്യം നമ്മൾ വാക്കുകളൊന്ന് നോക്കല്ലേ. സമൺ എന്ന് പറഞ്ഞാൽ ടു ഓർഡർ ടു കം എന്നാണ്, വരാൻ ആവശ്യപ്പെടുക എന്നാണ് സമൺ. കോടതി സമൻസ് ആയിട്ട് നമ്മൾ പറയില്ല, അറിയായിരിക്കും. അബ്രപ്റ്റ്ലി എന്ന് പറഞ്ഞാൽ അൺഎക്സ്പെക്ടഡ്ലി, അപ്രതീക്ഷിതമായി. വയലന്റ് എന്ന് പറഞ്ഞാൽ തീവ്രമായ എന്നാണ്. അതേപോലെ ക്ലിയർ ആണല്ലോ. ഇത്രയും വാക്കുകൾ നമുക്ക് കിട്ടാത്തതുള്ളൂ. നമുക്കത് വായിച്ചു നോക്കിയാലോ. ആൻഡ് ഇറ്റ് വാസ് ദാറ്റ്, തുടങ്ങുന്നത് എങ്ങനെ? ഒരു കൺജങ്ഷൻ കൊണ്ടാണ് തുടങ്ങുന്നത്, ഒരു ചർച്ച പോലെ ഇങ്ങനെ തുടങ്ങുകയാണ്. ആൻഡ് ഇറ്റ് വാസ് അറ്റ് ദാറ്റ് ഏജ് പോയട്രി അറൈവ്ഡ് ഇൻ സെർച്ച് ഓഫ് മീ. വളരെ സിമ്പിൾ ആണ് കേട്ടോ. നിങ്ങൾ പറയും എന്താ അതിന്റെ അർത്ഥം? എന്താ? ഇറ്റ് വാസ് ദാറ്റ് ഏജ് പോയട്രി അറൈവ്ഡ് ഇൻ സെർച്ച് ഓഫ് ദി പോയറ്റ്. ആ പ്രായത്തിലാണ്, ആ സമയത്താണ് എന്തെത്തിയത്? പിന്നെ പോയട്രി അദ്ദേഹത്തെ തെരഞ്ഞ് എത്തിയത്. ക്ലിയർ ആണല്ലോ, കുഴപ്പമില്ലല്ലോ. Then I don't know where it came from winter or a river. The poet doesn't know where poetry came from, whether it is from winter or a river. അത് റിവറിനാണോ വന്നത് അതല്ല വിന്ററിനാണോ വന്നത് എന്ന്, വിന്റർ തണുപ്പ് കാലം നമുക്കറിയാലോ വന്നത് എന്ന് അദ്ദേഹത്തിന് അറിയുമായിരുന്നില്ല. റെഡിയില്ലേ? നല്ല ശ്രദ്ധിക്കേണ്ടത്, വിന്ററും റിവറും ഒക്കെ യഥാർത്ഥത്തിൽ പ്രകൃതിയായിട്ട് ബന്ധപ്പെട്ട, അങ്ങനെയൊക്കെ നമുക്ക് അടിയിൽ കൊടുത്തിട്ടുണ്ട് വിശദീകരണത്തിൽ. വിന്റർ വേറെ തലങ്ങൾ പറഞ്ഞു, ഒരുപാട് തരത്തിലായി നമുക്ക് വ്യാഖ്യാനിക്കാൻ പറ്റും. വിന്ററും റിവറും പ്രകൃതിയായിട്ട് ബന്ധപ്പെട്ടതാണ്. അതായത് ഈ ഇൻസ്പിറേഷൻ കിട്ടിയത് നേച്ചറിൽ നിന്നാണോ എന്നൊരു സെൻസ് അവിടെ ഉണ്ട്. റെഡിയല്ലേ? അതേപോലെ വേറെ തലകൾ പറയാൻ പറ്റിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ വിന്റർ അദ്ദേഹത്തിന്റെ ഏത് സമയത്തുള്ള സംഗതിയാവാം. അതായത് ഇൻസ്പിറേഷൻ കിട്ടുന്നതിന് മുമ്പുള്ള അയാളുടെ ഒരു അവസ്ഥ, അതേസമയം റിവർ അതിനുശേഷമുള്ള അവസ്ഥ എപ്പോഴും ഒരു ഫ്ലോയിലൊക്കെ കൂടുതൽ നന്നായി എനിക്ക് തോന്നുന്നത് നമ്മൾ ഇതാണ്. അത് ആ ഇൻസ്പിറേഷൻ കിട്ടിയ നേച്ചറിൽ നിന്നാണോ എന്നൊരു സെൻസ് അവിടെ വരുന്നുണ്ട്. അവിടെ വിശദീകരിക്കുന്നുണ്ട്, അപ്പം മനസ്സിലാക്കാൻ പറ്റും. ആൻഡ് ദെൻ ഹി സേസ് ഹി ഡസന്റ് നോ ഹൗ ഓർ വെൻ. എപ്പോഴും എങ്ങനെയാണെന്ന് അറിയില്ല. ഹൗ എന്ന് പറഞ്ഞാൽ ഓനെ വിളിക്കുകയാണോ ചെയ്തത്, വോയിസിലാണോ വന്നത്, അതല്ല ഇനോഡിബിൾ ആയിരുന്നു, അതല്ല സോളിറ്റ്യൂഡ് ആയിരുന്നു, അതൊന്നും പിന്നെ സൈലൻസ് ആയിരുന്നു, അതൊന്നും അദ്ദേഹത്തിന് അറിയില്ല. അതായത് എങ്ങനെയാണ് വന്നതെന്നോ എപ്പോഴാണ് വന്നതെന്ന് അറിയില്ല. അവ ശബ്ദമായിരുന്നില്ല, അവ വാക്കുകളുമായിരുന്നില്ല, അതുപോലെ തന്നെ എന്തുമായിരുന്നില്ല, നിശബ്ദതയുമായിരുന്നില്ല. റെഡിയല്ലേ? എങ്ങനെ ഒരു കാര്യം മനസ്സിലാവാൻ മിസ്റ്ററി ആകുമ്പോഴാണ് നമ്മൾ ഈ രീതിയിൽ പറയാം. റെഡിയല്ലേ? പക്ഷെ ഒരു കാര്യം, വൺ തിങ് ഇസ് ഷുവർ, ഫ്രം എ സ്ട്രീറ്റ് ഐ വാസ് സമ്മൺഡ്, ഹി വാസ് കോൾഡ് ഫ്രം എ സ്ട്രീറ്റ് ഫ്രം ദി ബ്രാഞ്ചസ് ഓഫ് നൈറ്റ്. റെഡിയല്ലേ? രാത്രിയുടെ ശിലകളിൽ നിന്ന്, ശിഖരങ്ങളിൽ നിന്ന്, ഒരു തെരുവിൽ നിന്ന് അദ്ദേഹത്തെ വിളിച്ചു. അറിയാലോ, ഏതോ ഒരു അൺസീൻ ഫോഴ്സ്, ആരാന്നറിയില്ല, ഒരു അൺസീൻ പോയറ്റ്, മനസ്സിലായിട്ടുണ്ട്. അവരുടെ അദ്ദേഹത്തെ വിളിച്ചു. എങ്ങനെ വിളിച്ചു? അബ്രപ്റ്റ്ലി ഫ്രം ദി അതേഴ്സ്. സഡൻലി പെട്ടെന്നാണ് വിളിക്കുന്നത്. എവിടുന്ന്? ഫ്രം ദി അതേഴ്സ്, മറ്റുള്ളവരിൽ നിന്ന്. among violent fires. ഇവിടെ ഫയർ എന്ന് പറഞ്ഞാൽ എനിക്ക് മനസ്സിലാകുന്നത് കൂടുതൽ നന്നായി തോന്നുന്ന അദ്ദേഹത്തിന്റെ മാനസികാവസ്ഥയാണ്.
അതായത് വളരെ ടെർബുലൻ്റായ വളരെ ഡിസ്റ്റർബ്ഡ് ആയ മാനസികാവസ്ഥയായിരിക്കാം ഈ ഫയർ കൊണ്ട് ഇവിടെ ഉദ്ദേശിക്കാം. ഫയർ വരുന്നുണ്ട്, പോയറ്റിക് ഇൻസ്പിറേഷനും വരുന്ന ഒരു ഫയർ നമ്മൾ താഴത്ത് വരുന്നുണ്ട്, ഫയർ വരുന്നുണ്ട്. അവിടെ പോയറ്റിക് ഇൻസ്പിറേഷൻ കൊടുക്കലാണ് നല്ലത്. ഇവിടെ ഈ അർത്ഥമാണ്, അതായത് വളരെ പീസ്ഫുൾ ആയ അവസ്ഥയിലാണോ അദ്ദേഹത്തിന് വിളിച്ചത്, അതല്ല വളരെ ഒരു റെസ്റ്റ്ലെസ് ആയ അവസ്ഥയിലാണോ വിളിച്ചതെന്ന് അദ്ദേഹത്തിന് അറിയില്ല. റിട്ടേണിങ് അലോൺ, അത് ഒറ്റക്ക് മടങ്ങി വരുമ്പോഴാണോ അതർ ഐ വാസ് വിത്തൗട്ട് എ ഫേസ്. ഒരു കാര്യം, വൺ തിങ് വാസ് ഷുവർ, ഒരു കാര്യം അദ്ദേഹത്തിന് ഉറപ്പാണ്, ഹി വാസ് വിത്തൗട്ട് എ ഫേസ്. അദ്ദേഹത്തിന് അപ്പം മുഖം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാല് അതിന്റെ ആശയം എന്ന് പറഞ്ഞാല് അദ്ദേഹത്തിന് ഐഡന്റിറ്റി ഉണ്ടായിരുന്നില്ല, അദ്ദേഹത്തിന് ആരാണെന്ന് അദ്ദേഹത്തിന് മനസ്സിലായിരുന്നില്ല, അദ്ദേഹത്തിന് പോപ്പുലാരിറ്റി ഉണ്ടായിരുന്നില്ല, ഫെയിം ഉണ്ടായിരുന്നില്ല. അപ്പോഴാണ് ഇറ്റ് ടച്ച്ഡ് മീ, അതെന്നെ വന്ന് തൊട്ടു. ആരാ തൊടുക? ഒരു ആളാ തൊടുക. അതുകൊണ്ട് തന്നെ അവിടൊക്കെ നമ്മൾ ഈ കവിതയെ ഒരു പേഴ്സണായിട്ട് സങ്കല്പിക്കുക. ആ തരത്തിലുള്ള അനാലിസിസ് അത് പറയട്ടെ, അതിന് വേണ്ടി ഞാൻ സൂചിപ്പിച്ചതാണ്. ക്ലിയർ ആകുന്നില്ല? ഓക്കെ, ഇനി നമുക്കൊന്ന് കേൾക്കാം. വളരെ പ്രസിദ്ധമായ ഒരു ട്രാൻസ്ലേഷൻ, നിങ്ങൾക്ക് അറിയുന്നത് ചിലപ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഒരു ട്രാൻസ്ലേഷനാണ്, ഒരു സിമ്പിൾ ആണ് കേട്ടോ. കേൾക്കാൻ നോക്ക്. റെഡി അല്ലേ? നോക്കണം കേട്ടോ, എന്റെ കൂടെ ഒന്ന് വായിക്കണേ. And it was at that age the poetry arrived in search of me. I don't know where it came from winter or a river. നോക്കണേ, കവിത ആ പ്രായത്തിലായിരുന്നു കവിത എന്നെ തേടി വന്നെത്തിയത്. എനിക്കറിഞ്ഞുകൂടാ അതെവിടെ നിന്നാണ് എത്തിയതെന്ന്, എനിക്കറിഞ്ഞുകൂടാ. ഒരു ശിശിരത്തിൽ നിന്നോ ഒരു നദിയിൽ നിന്നോ. I don't know how or when. No, there were not voices, there were not words, no silence. ശ്രദ്ധിക്കണേ, എനിക്കറിഞ്ഞുകൂടാ എപ്പോഴെന്നോ എങ്ങനെയെന്നോ അല്ല. അവ നാദങ്ങളായിരുന്നില്ല, അവ വാക്കുകളായിരുന്നില്ല, മൗനവുമായിരുന്നില്ല. But from a street I was summoned, from the branches of night, abruptly from the others, among violent fires, or returning alone, there I was without a face, and it touched me. അവ ഒരു തെരുവിൽ നിന്ന് ഞാൻ ആ വിളി കേട്ടു, രാത്രിയുടെ ചില്ലകളിൽ നിന്ന്, മറ്റുള്ളവരിൽ നിന്ന്, പെട്ടെന്ന് കൊടും തീച്ചൂളകളിൽ നിന്ന്, അല്ലെങ്കിൽ ഒറ്റക്ക് മടങ്ങും വഴിക്ക് മുഖമില്ലാതെ ഞാൻ നിന്നിടത്ത് നിന്ന് അതെന്നെ വന്നു തൊട്ടു. ക്ലിയർ ആണല്ലോ മക്കളെ? സംശയം ഒന്നുകൂടി കേൾക്കുക, ക്ലിയർ ആയിരിക്കും. ഓക്കെ, അപ്പോ കൃത്യമായിട്ട് നമ്മൾ കാര്യങ്ങൾ പറഞ്ഞു. ഇനി അത് നേരെ പാരഫ്രൈസിങ് ആദിട്ടെന്താ നോക്കണേ. അറ്റ് ദാറ്റ് ഏജ് പോയട്രി കെയിം ഇൻ സെർച്ച് ഓഫ് ഹിം. നമുക്ക് വേണമെങ്കിൽ നീ എന്ന് പറഞ്ഞ ഫസ്റ്റ് പേഴ്സണിൽ നേരെ മാറ്റി പറയാം. ഞാൻ തേർഡ് പേഴ്സണിൽ നമ്മൾ മാറ്റുന്ന കാര്യം മാറ്റിയിട്ടുള്ളത്. ഹി ഡസിൻ നോ, അപ്പോൾ അവിടെ ഹീ എന്നുള്ളതിന് പകരം ഐ ആക്കിയാൽ മതി. ഹി ഡസിൻ നോ വെദർ ഇറ്റ് കെയിം ഫ്രം വിൻഡർ ഓർ റിവർ. ഹി ഡസിൻ നോ ഹൗ ഓർ വെൻ ഇറ്റ് കെയിം. There were not voices, words or silence. He was called separately from the street at night unexpectedly. He was among violent fires or returning home alone. He was without a face, and then it touched him. ഇത് ഞാൻ പറഞ്ഞ അതേ ആശയം, അതുകൊണ്ട് മലയാളം പറയേണ്ടതില്ല, കൃത്യമായിട്ട് മനസ്സിലാവും. റെഡിയല്ലേ? ഓക്കെ, അത് ഒരു വിശദീകരണം ശ്രദ്ധിച്ചോളെ. Neruda had a strong compulsion to write poetry. At the beginning, the speaker did not have the confidence to write poetry. However, he soon becomes aware of the impulse to create poetry. He tells us that poetic inspiration came looking for him and urging him to compose verse rather than the poet looking for and pursuing her. ആശയം കിട്ടിയിട്ടുണ്ടാവും. ഇദ്ദേഹം പോയട്രിയെ തെരഞ്ഞു പോവില്ല ചെയ്തത്. പോയട്രി ഇങ്ങനെ കവിത എഴുതാൻ പറ്റിയ ആരെങ്കിലും നോക്കിയിട്ട് അദ്ദേഹത്തിന്റെ അടുത്തെത്തി എന്ന അർത്ഥം. ക്ലിയർ ആണല്ലോ? But says that he didn't know when and where it came from. ചർച്ച ചെയ്തതാണ്. The poet was without face before poetry arrived. He did not have an identity. ചർച്ച ചെയ്ത ഭാഗങ്ങളാണ്. ക്ലാരിറ്റി വരാൻ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്ത് ഇത് ശ്രദ്ധിക്കണേ. He isn't very sure whether the poetic inspiration came to him through the elements of nature or such vital images in his mind. അത് രണ്ട് ആശയങ്ങൾ ഒന്ന് വിശദീകരിച്ചതാണ്. വിൻഡർ ഓർ റിവറും അതുപോലെ വയലന്റ് ഫയേഴ്സും. റെഡിയല്ലേ? ഈസ് അണേബിൾ ടു അണ്ടർസ്റ്റാൻഡ് വെദർ ഇറ്റ് വാസ് ഇറ്റ് വാസ് ആൻ ഇനോഡിബിൾ കോൾ. നേരത്തെ പറഞ്ഞല്ലോ, അത് വോയിസ് ആണോ വേർഡ് ആണോ, അതല്ല. ഇറ്റ്സ് ആബ്സെൻസ്, സൈലൻസ് ആണോ, ഓർ സോളിറ്റ്യൂഡ് സറൗണ്ടിങ് ഹിം. അവന്റെ ചുറ്റുപാടിൽ ഏകാന്തതയാണോ? സോളിറ്റ്യൂഡ് ഒക്കെ നമുക്ക് അറിയാലോ. ദ മീനിങ് ഓഫ് ഫ്രം വിൻഡർ ഓർ എ റിവർ, അതിന്റെ ആശയം എന്താ? റെഫർ ടു ദ എലിമെന്റ്സ് ഓഫ് നേച്ചർ. നമ്മൾ പറഞ്ഞ വിശദീകരണമാണ്. വിച്ച് ഇൻസ്പയർ പോയട്രി, അതാണോ അദ്ദേഹത്തെ എന്ത് ചെയ്തത്? നേച്ചറിലെ എലിമെന്റുകളാണോ അദ്ദേഹത്തെ ഇൻസ്പയർ ചെയ്തത്?
അതല്ല സച്ച് വൈറ്റൽ ഇമേജസ് ഇൻ പോയറ്റ്സ് വർക്ക്സ്. റെഡി അല്ലേ? പിന്നെ ഏതുപോലുള്ള അദ്ദേഹത്തിന്റെ കൃതികളിലെ വർക്കിൽ ഒരുപാട് ഇത്ര ഇമേജുകൾ വന്നിട്ടുണ്ട്, നേച്ചർ, അങ്ങനത്തെ കാര്യങ്ങളാണ് അദ്ദേഹത്തെ ഇൻസ്പയർ ചെയ്തത്. അതല്ല, ഓൺ ദ അതർ ഹാൻഡ് the meaning of violent fires is unrest, chaos, emotional turbulence. violent fires എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇവിടെ ഉദ്ദേശിക്കുന്നത് അൺട്രസ്റ്റ് ആണ്, അല്ലെങ്കിൽ മനസ്സിലുള്ള സംഘർഷങ്ങളാണ്, ഇമോഷണലായ വൈകാരികമായ അസ്വസ്ഥതകളാണ് ഇതിനാണ് ഉണ്ടായത്. അതൊന്നും അദ്ദേഹത്തിന് ഉറപ്പില്ല കൃത്യമായിട്ട്, നോക്കാവാണെന്ന് അദ്ദേഹം പറയുക ചെയ്യുന്നത്. He tells us that the poetic instinct can come any time, it is not a matter of time. ശ്രദ്ധിച്ച് മനസ്സിലായിട്ടുണ്ട്. അതിൽ പറയുന്നത് അബ്രപ്റ്റ്ലി എന്ന് പറയും, പെട്ടെന്ന് ഓർക്കാപ്പുറത്താണ് വരുന്നത് എന്ന് പറഞ്ഞാൽ എപ്പോഴും എന്തുണ്ടാവാം എന്നാ കാണിക്കുന്നത്, ഇങ്ങനെ പോയറ്റിക് ഇൻസ്റ്റിക്റ്റ് ഉണ്ടാവാം എന്നാ കാണിക്കുന്നത്. ക്ലിയർ ആണല്ലോ മക്കളെ? അവിടെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, മനസ്സിലായിട്ടുണ്ടാവുന്ന തോന്നുന്നത്. ഇത് ഫുള്ളായിട്ടൊന്നും എഴുതണമെന്നില്ല, നന്നായി പഠിക്കുന്ന ആൾക്കാർക്ക് വേണമെങ്കിൽ ഇതൊക്കെ എഴുതിയെടുക്കാം. മറ്റേത് അതിന്റെ പാരഫ്രേസിംഗ് എഴുതിയാൽ തന്നെ പരീക്ഷ ആവശ്യങ്ങൾക്കൊക്കെ നമുക്ക് എഴുതാൻ പറ്റും. ഇതിലൊക്കെ ഈ സൂചനകൾ, ഓരോ വരികളെ സൂചനകൾ പ്രത്യേകം പരീക്ഷയ്ക്ക് വരുന്നതൊക്കെ പ്രത്യേകം എടുത്ത് കാണിച്ചിട്ടുണ്ട്. എന്നാലും നല്ല കുട്ടികൾക്ക് വേണമെങ്കിൽ എഴുതിയെടുക്കാം. റെഡി അല്ലേ? ഓക്കെ, എന്തൊക്കെ നമ്മൾ ഇതിൽ ഇമേജ് ആയിട്ട് പഠിക്കേണ്ടത്? വിൻഡർ, ഫ്രോസൺ സ്റ്റേറ്റ് ആണ് നമുക്കറിയാം. റിവർ, ഫ്ലോ ഓഫ് ലൈഫ് ആണ്. അത് രണ്ടുകൂടി കൂടിയാണ് എലിമെന്റ്സ് ഓഫ് നേച്ചർ എന്ന ആശയം വരുന്നുണ്ട്. അത് ഇപ്പം നമ്മൾ പഠിക്കാൻ വേണ്ടി ഇത് പഠിച്ചാൽ മതി. ടെക്സ്റ്റായിട്ട് ബന്ധപ്പെട്ട് 10ാം ക്ലാസ്സിലെ കുട്ടികളിലേക്കാണ് വല്ലാതെ വിശദമായിട്ട് പറയുന്നത്. മറ്റേ പറഞ്ഞു തരേണ്ടത്, അതുകൊണ്ടാണ് ആ കാര്യമൊക്കെ മെൻഷൻ ചെയ്തത്. ബ്രാഞ്ചസ് ഓഫ് നൈറ്റ് എന്ന് പറഞ്ഞാൽ ഒബ്സ്ക്യൂരിറ്റി ആണ്, അല്ലെങ്കിൽ മിസ്റ്ററി ആണ്, അല്ലെങ്കിൽ ടൈം ഓഫ് ഡിപ്രഷൻ ആണ്, ലോൺലിനെസ് ആണ്. ഒന്നുകിൽ ഒബ്സ്ക്യൂരിറ്റി ആൻഡ് മിസ്റ്ററി പഠിക്കുക, അല്ലെങ്കിൽ ടൈം ഓഫ് ഡിപ്രഷൻ ആൻഡ് ലോൺലിനെസ്, രണ്ടും പഠിച്ചാലും കുഴപ്പമില്ല. അതാണ് സൂചിപ്പിക്കുന്നത്. അതൊരു അവ്യക്തത അതാണ്, അല്ലെങ്കിൽ ഒരു നിഗൂഢതയാണ്, അല്ലെങ്കിൽ ഭിന്നതയും അതുപോലെ തന്നെ സങ്കടം അതുപോലെ ഒറ്റപ്പെടലൊക്കെ ഉള്ളൊരു സമയമാണ്. റെഡിയാണല്ലോ? ഐ വാസ് വിത്തൗട്ട് ഫേസ്, ഹി ഡിഡ് നോട്ട് ഹാവ് എനി ഐഡന്റിറ്റി എന്നാണ് കാണിക്കുന്നത്. പോയട്രി അറൈവിംഗ് ഇൻ സെർച്ച് ഓഫ് മീയും അതുപോലെ സമ്മൺഡ് ഫ്രം ദ ബ്രാഞ്ചസ് ഓഫ് നൈറ്റും ഇറ്റ് ടച്ച്ഡ് മീ ഒക്കെ ഇൻസ്പയർഡ് മൊമെന്റ്സ് ആണ് കാണിക്കുന്നത്. ക്ലിയർ ആണല്ലോ മക്കളെ? കുഴപ്പമൊന്നുമില്ലല്ലോ? ഓക്കെ, ഇനി അതിനുള്ള പെർസോണിഫിക്കേഷൻ, 2 പെർസോണിഫിക്കേഷൻ. പോയട്രി അറൈവിംഗ് ഇൻ സെർച്ച് ഓഫ് മീ എന്നുള്ളത് പെർസോണിഫിക്കേഷൻ ആണ്, ആൻഡ് ഇറ്റ് ടച്ച്ഡ് മീയും പെർസോണിഫിക്കേഷൻ ആണ്. ക്ലിയർ അല്ലേ? കോൺട്രാസ്റ്റ് ആണ് ഫ്രം വിൻഡർ ഓർ റിവർ, അതുപോലെ വോയിസസ് ഓർ സൈലൻസ്. ഓക്കെ, അലിട്രേഷൻ ആണ്. സംതിങ് സ്റ്റാർട്ടഡ്, സീസ്, സ്ട്രീറ്റ് സമ്മൺഡ്, സീസ് എന്ന സൗണ്ട്, വാസ് വിതൗട്ട്, അതൊക്കെ നമ്മൾ പഠിച്ചുകൊണ്ട് വിശദീകരിക്കാൻ നമുക്കറിയാത്. അതുപോലെ ഇമേജ്, ബ്രാഞ്ചസ് ഓഫ് നൈറ്റ് ഇമേജ് ആണ്, ഫയർ ഇമേജ് ആണ്. വേഴ്സ് ബ്ലാങ്ക് വേഴ്സിലാണ്. ബ്ലാങ്ക് വേഴ്സ് എന്ന് പറഞ്ഞാൽ അൺറൈംഡ് വരികളാണ്, നിങ്ങൾ കണ്ടാൽ അറിയാം, അതിനെ ബ്ലാങ്ക് വേഴ്സ് എന്ന് പറയാം. ടോൺ എക്സ്റ്റാറ്റിക് ആണ്, അങ്ങേയറ്റത്തെ വളരെ രസകരമായ ഒരു വൈകാരിക അവസ്ഥയാണ്, വളരെ ആനന്ദമുള്ളൊരൊക്കെ അവസ്ഥയാണ്, അതിനാണ് എക്സ്റ്റാറ്റിക് എന്ന് പറയുക. അത് എന്നിട്ട് നമ്മൾ ഷെയർ ചെയ്യുക ചെയ്യുന്നത്. ക്ലിയർ ആണല്ലോ? റൈറ്റ്. നൗ മെയിൻ ഐഡിയാസ്, തീം കൃത്യമായിട്ട് ഇവിടെ പറയുന്ന നമ്മൾ മുമ്പ് പറഞ്ഞതാണ്, അതുകൊണ്ട് ഞാൻ വിശദീകരിക്കുന്നില്ല. അതിൽ ഈ വരിന്റെ ആശയങ്ങളൊന്നും കൂടി, ഫസ്റ്റ് സ്റ്റാൻസിന്റെ ആശയമൊന്നും കൂടി കൃത്യമായിട്ട് വിശദീകരിച്ചിട്ടുണ്ട്. ഒന്നും സംശയം ഉണ്ടാവില്ല, നിങ്ങൾക്ക് നോക്കി എഴുതിയെടുക്കാം. റൈറ്റ്. ആൻഡ് an activity C, we have to prepare the profile of Pablo Neruda using the hints given below. നല്ലോണം വായിച്ചു നോക്കിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് പ്രൊഫൈൽ എഴുതണം. നമ്മൾ പരിശീലിച്ചതാണ്, പോസ്റ്റ് ചെയ്തിട്ട് പ്രൊഫൈൽ എഴുതുക. ഇതിന് ശേഷം you have to compare answers with this one. Right? Okay dears? Now hope you have learned what we have discussed. Thank you for watching. If you haven't subscribed, please subscribe. Meet you again. Till then, goodbye.